നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ എത്ര കൊല്ലായിന്ന് പറഞ്ഞേ ശംഷേ? 1 വർഷം അല്ലേ? കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ മക്കളെ ഏത് രൂപത്തിൽ വളരണം അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? നമ്മളെ മാതാപിതാക്കൾക്കൊരു ആഗ്രഹം ഉണ്ടാവും, മക്കൾ ഇന്നതായിട്ട് വളരണം അല്ലേ? അപ്പൊ ഇന്ന രൂപത്തിൽ വളരണം, ഇന്നതാകണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആ രൂപത്തിലായിരിക്കും റബ്ബ് എന്താകുന്ന വെച്ചാൽ അവനെ സൃഷ്ടിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ജനിക്കണ മുന്നേ നമ്മളെ മക്കളെ കരുതണം, എൻ്റെ മക്കൾ ഇന്നതാകണം. അത് ആഗ്രഹിക്കുമ്പോൾ ഒരു ഹാഫിളാകണം, ലോഹ്രവിയാർ പണ്ഡിതനാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്താ ചോദിച്ചാൽ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും, ആ റൂട്ടിൽ തന്നെ എന്താക്കും, അവനെന്താക്കും, വളർത്തിക്കൊണ്ടുവരും, സൃഷ്ടിക്കും ചെയ്യും. സൃഷ്ടിപ്പിൽ തന്നെ അത് കാണിക്കും. ഞാൻ ഒരു കഥ പറഞ്ഞുതരാം നിങ്ങൾക്ക്. പണ്ടൊരു പെരുങ്കള്ളനുണ്ട്. അയാൾക്ക് ആഗ്രഹം എന്ത്, ഞാൻ ഗിന്നസ് ബുക്കിൽ കയറണം, വേൾഡ് ബുക്കില്ലേ, ഗിന്നസ് ബുക്കിൽ പേര് വരണം, ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ ഞാനാണെന്നുള്ള ആർക്ക് ചിന്ത വരണം, പേര് വരണം, മനസ്സിൽ വരണം. അങ്ങനെ മൊത്തം ഒരു വേൾഡ് ബുക്കിൽ ഞാൻ വരണമല്ലോ. അങ്ങനെ അയാൾക്ക് ആഗ്രഹം അത്. അങ്ങനെ അയാൾ എന്താക്കി, പിന്നെ ഈ വേൾഡ് ബുക്കിൽ ഏറ്റവും വലിയ കള്ളന്റെ പ്രത്യേകത നോക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഏറ്റവും വലിയ നീളം കൂടിയ വിരലാണ്. നീളം കൂടിയ വിരൽ വേണം, പോക്കറ്റിൽ നിന്ന് കൈ അടിച്ചു മാറ്റണ്ടേ. അപ്പൊ ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. മാത്രല്ല വേറെ ആരും ഇല്ലെങ്കിൽ ഇയാൾക്ക് തന്നെ കൊടുക്കാന്നുള്ള ലക്ഷ്യത്തിലാണല്ലോ. അങ്ങനെ വേൾഡ് ബുക്കിൽ എഴുതി ഞാനാണ് ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ അംഗീകരിക്കണം. അപ്പോൾ ഓല് ഗിന്നസ് ബുക്കിന്റെ ടീം ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. ഇതേപോലെ ആവശ്യം പറഞ്ഞിട്ടൊരു പെണ്ണ് ബ്രിട്ടൻ എന്താക്കുന്നുണ്ട്, വന്നിട്ടുണ്ട്, ഞാനാണ് ഏറ്റവും വലിയ കള്ളത്തി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ തമ്മിലൊരു മത്സരം, കോമ്പറ്റീഷൻ, എന്നിട്ട് അതിൽ ആര് വിജയിക്കുന്നോ അവരെ ഉൾപ്പെടുത്താന്ന്. അങ്ങനെ ഈ പിന്നെ കള്ളന്മാർക്കായിട്ട് ഒരു കോഴ്സ് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ട് വിചാരിച്ചോളി. അങ്ങനെ ആ സ്ഥാപനത്തിൽ കൊണ്ട് പരിശീലനമൊക്കെ കിട്ടിയിട്ടാണ് ഇവരെന്താകുന്നത്, പുറത്തിറങ്ങുന്നത്. അങ്ങനെ ഇവരെന്താക്കിയെന്ന് വെച്ചാൽ വേൾഡിൽ റിസൾട്ട് കിട്ടണമല്ലോ. അപ്പോൾ ഇവർക്ക് രണ്ടാക്കും പിന്നെ ഇത് അയച്ചു കൊടുത്തു, അഡ്രസ്സ് അയച്ചു കൊടുത്തു, എന്ത് ഇന്ന സ്ഥലത്തുള്ളതാണ്. പക്ഷെ ആളറിയില്ലല്ലോ. അങ്ങനെ ഇയാളെന്താക്കിയെന്ന് വെച്ചാൽ അവൾ ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓസ്ട്രേലിയ വെച്ചിട്ട് കണ്ടു ചോദിച്ചോളി. കണ്ട് ഇവരെന്താക്കി തമ്മിൽ ആ മാർക്കറ്റിൽ വെച്ചിട്ട് ഇവളെ കണ്ട്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായത് പോക്കറ്റ് അടിക്കാം. അങ്ങനെ എന്താക്കി ഇവളെ പോക്കറ്റിൽ നിന്ന് തന്നെ അടിച്ചിട്ട് എന്താക്കണം, ഇവളെ പോക്കറ്റ് അടിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് വേണം എന്താക്കാന്ന് അവിടെ പറയാൻ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഓളും അതേപോലെ ചിന്തിക്കുന്നുണ്ട്, ഇവനെ ഞാൻ കണ്ടുപിട്ടിയല്ലോ. അപ്പോൾ അയാളെ പോക്കറ്റ് ഒന്നും എന്താക്കണം, അടിച്ചു മാറ്റണം, എന്നിട്ട് എന്താകണം, ലോക റെക്കോർഡ് എനിക്ക് കിട്ടണം, ഈ ചിന്തയിൽ. അങ്ങനെ പരസ്പരം മാർക്കറ്റിൽ നിന്ന് തമ്മിൽ ഇതാക്കിയപ്പോൾ പിന്നെ ഓളെ പോക്കറ്റിൽ നിന്ന് ഇയാൾ കൊടുക്കുമ്പോൾ അയാളെ കയ്യും പിടിച്ചു, അവളെ പോക്കറ്റിൽ നിന്ന് ഇയാൾ കൊടുക്കുമ്പോൾ ഇയാളെ കയ്യും പിടിച്ച്, ഇയാളെ പോക്കറ്റിൽ നിന്ന് അവൾ പോക്കറ്റ് ഇരിക്കുന്ന സ്പോട്ടിൽ എന്താക്കി, രണ്ടാളും ഒരേ സ്പോട്ടിൽ പോക്കറ്റിൽ പിടിച്ചല്ലോ, തോറ്റല്ലോ. അപ്പോൾ രണ്ടാളും ജയിക്കാനില്ല. അപ്പോൾ രണ്ടാളും പാടെ ഒരു ധാരണയിലെത്തി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടാളും പാടെ കല്യാണം കഴിക്കാം, എന്നിട്ട് അതിലുണ്ടാകുന്ന മകനുണ്ടല്ലോ, മക്കളാകാൻ അവരെ നമുക്ക് എന്താക്കാം, ഗിന്നസ് ബുക്കിൽ കയറ്റാം. അപ്പോൾ നമ്മൾ രണ്ടാളെ പേരുണ്ടാവുമല്ലോ. ഏത് ഗിന്നസ് ബുക്കിൽ കയറി ഓനും പേരുണ്ടാവും, മകന്റെ പേര് കയറിഞ്ഞാൽ ഇന്നയാളെ മകന് ഇന്നയാളെ മകൾ എന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടാളെ അമ്മൻ്റെ അച്ഛൻ്റെ പേരുണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ടാളും ഗിന്നസ് ബുക്കിൽ കയറുകയും ചെയ്ത് നമ്മളെ മകനെ ആ രൂപത്തിലാക്കുകയും ചെയ്തെടുക്കുക. നമ്മൾ രണ്ടാളും കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ച് രണ്ടാളും കല്യാണം കഴിച്ച് ഗർഭിണിയായി പ്രസവിച്ചു. അപ്പോൾ കയ്യിൻ്റെ വിരലിൻ്റെ നീളം അറിയണമല്ലോ, എന്നാലല്ലേ എന്താ പറ്റുക, ആ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ എടുക്കുള്ളൂ, ഇവർ പഠിപ്പിക്കുന്ന കോളേജിൽ എടുക്കുള്ളൂ. അല്ലെങ്കിൽ കല്ലിന് നീളം ഇല്ലെങ്കിൽ വിരലിന് നീളം ഇല്ലെങ്കിൽ എന്താവില്ല, അഡ്മിഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ ജനിച്ചപ്പോൾ ഈ കുട്ടി ഇങ്ങനെ തന്നെ പിടിക്കണത്, വിരല് തുറക്കണേ ഇല്ല, ഈ പിടുത്തം പിടിച്ചിക്കണ്. അപ്പോൾ എന്ത് കളിച്ചിട്ടും അതെന്തില്ല, കൈ തുറക്കണേ ഇല്ല. അങ്ങനെ ഇവർക്ക് ടെൻഷനായി, അവരെ പദ്ധതി പൊളിയല്ലേ. ഇവർക്ക് എന്താ ആഗ്രഹം, ഗിന്നസ് ബുക്കിൽ ഏറ്റവും വലിയ കള്ളനാന്നുള്ളത് പേര് കേൾക്കണം. അതിന് മകൻ അങ്ങനെ വളർത്തിയെടുക്കാൻ നോക്കുകയാണ്. പക്ഷെ ഇത് എന്ത് കളിച്ചിട്ടും ഈ കുട്ടി എന്താകുന്നില്ല, കൈ തുറക്കണില്ല, ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ ഇവരെന്താക്കി, കുറേ ഡോക്ടർമാരെ കാണിച്ച്, വലിയ പൊട്ടി പോകില്ല, അമർത്തി പിടിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചപ്പോൾ അങ്ങനെ അയാൾ സൈക്കോളജി പഠിച്ച ഒരാളടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ, കൗൺസിലറടുത്ത് പോയി കാണിച്ചപ്പോൾ അയാളോട് വിഷയം പറഞ്ഞു, ഞങ്ങളിങ്ങനെ ആഗ്രഹം അപ്പോൾ കാര്യം ഈ കുട്ടീനെ എന്താക്കണം, ഞങ്ങൾക്ക് കൈവിരൽ തുറക്കണില്ല, വിരലിൻ്റെ ആകൃത കിട്ടിക്കഴിഞ്ഞാൽ എന്താവുള്ളൂ,
ഈ കുട്ടി അവർ കോളേജ് എടുക്കുള്ളൂ, അപ്പൊ നമ്മുടെ ടെൻഷൻ ഒന്ന് മാറണം, കുട്ടി കൈ തുറക്കണം എന്ന് പറഞ്ഞു. വിരലൊന്ന് ഓമർ തുറന്ന് കാണിച്ചു തരണം. അപ്പൊ ഇയാൾക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഇയാൾ എന്താക്കി, ഡോക്ടർ എന്താക്കിന്ന് അറിയോ, ഈ ഡോക്ടർ കഴുത്തിലുള്ള മാലല്ലേ, ഈ മാല ഊരിയിട്ട് കുട്ടീനെ മലർത്തി കിടത്തിയില്ലേ, ആ കട്ടുമ്പ് കിടത്തിയിട്ട് മലർത്തി കിടത്തി ആ കുട്ടീൻ്റെ മേൽക്കൂടെ മുമ്പ് കൂടെ ഈ കഴുത്ത് കിടന്ന മാല എടുത്തിട്ട് ഇങ്ങനെ ആട്ടാൻ തുടങ്ങി. ആര്? ഡോക്ടർ. അപ്പൊ എന്താക്കിന്ന് അറിയാം, കുട്ടി ഈ മാല കണ്ടപ്പോൾ അത് പിടിക്കാൻ വേണ്ടി കൈ കണ്ട് തുറന്നു. അപ്പൊ ഉണ്ട് കുട്ടീൻ്റെ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് എന്താകുന്ന വെച്ചാല് ഒരു മോതിരം, സ്വർണ്ണമോതിരം ഉണ്ട് വീണ്. അപ്പൊ ഈ സ്വർണ്ണമോതിരം ഏതാണെന്നറിയോ, കുട്ടീനെ പ്രസവം എടുക്കാൻ നേഴ്സില്ലേ, ആ നേഴ്സിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ മോതിര. മനസ്സിലായി? ആ കാര്യം മനസ്സിലായി. അപ്പൊ ഈ തുടങ്ങിന് അതെന്താ പറയുക, ബാപ്പി അച്ഛനും അമ്മയും എന്താക്കി, ആ നീയത്ത് വെച്ച്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി, കുട്ടീനെ അതിനെക്കാട്ടിയും വലുത് എന്താക്കി. അതാ പറഞ്ഞത്, നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് കഴിഞ്ഞാല് ഇതൊരു കഥയാണ്, പക്ഷെ എന്താ പറയാ, നമ്മള് ലക്ഷ്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് എന്താ മക്കളും എന്താ ആ ജീനൊക്കെ അങ്ങനെ വളർന്നു വരുന്നു. അതുകൊണ്ട് നീയത്ത് പോലും പിന്നെ. അപ്പൊ നമ്മൾ അതാ പറഞ്ഞത്, നമ്മളെന്താക്കണം, മക്കള് കുട്ടികളില്ലല്ലോ, നീയത്ത് വെക്കണം. ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ കരുതണം, എന്റെ കുട്ടി നല്ല മുത്തനബിനെ ഭയങ്കര സ്നേഹിച്ച് അള്ളാഹിനെ സ്നേഹിച്ച് നല്ല കുട്ടിയായി വളരണം, ഉഖ്റവിയ പണ്ഡിതനാകണം. അത് ലക്ഷ്യം വെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്കുള്ള വഴി നടത്തും. മനസ്സിലായോ? അതുകൊണ്ട് മഹ്ദി ശൈഖ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലേ എന്തായി, ഹിഫ്ളായി അല്ലേ, ഖുർആൻ ഫുള്ള് മനപ്പാടായില്ലേ. കാരണം എന്താ, ഉമ്മ ഹാഫിളായിരുന്നു. ആ അമ്മ ഹാഫിളായപ്പോ എന്താ, ഇമ്മ ഇങ്ങനെ ഗർഭിണിയാകുന്ന സമയത്തും ഖുർആൻ ഉറക്കനെ പാരായണം ചെയ്യാണ്. ഗർഭിണിത്തെ ശിശു എന്താണ്, കുട്ടി കേൾക്കുകയാണത്. ആ കുട്ടി പിന്നെ പുറത്ത് കയറുമ്പോ ഹാഫിളായിനല്ലേ, മുലപ്പാല് കൊടുക്കുകയാണ്. പാല് കൊടുക്കുമ്പോൾ എന്താകുന്നത്, ഓത്തന്നല്ലേ. അപ്പൊ എന്തായി, കുട്ടി തനിയെ പഠിച്ചു, കുട്ടി ഹാഫിളായി. അതാണ് സംഭവം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താക്കുക, കുട്ടികളുണ്ടാണ് മുന്നേ നമ്മൾ നീയത്ത് എന്താക്കുക, ശരിപ്പെടുത്തുക.